പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകത്തിൽ എന്നൊരു വചനം തരികയാണ്. 14-ാമത്തെ അധ്യായം. അതിലിങ്ങനെയാ പറയുക, 7 മുതലുള്ള ഒരു വചനമാണ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു വൃക്ഷത്തിന്റെ, വെറും വൃക്ഷം മാത്രമല്ല, ഈ ലോകത്തിലെ പല മനുഷ്യരും, പ്രത്യേകിച്ച് ഈവൻ ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യര് പോലും ഈ വലിയ പ്രത്യാശയിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ വചനം നമുക്കൊരു വലിയ കാര്യം പറയണം. വൃക്ഷത്തിന് പ്രത്യാശ, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല, അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത വചനം പറയാം, എന്നാൽ മനുഷ്യൻ മരിക്കുന്നു, അവനെ മണ്ണിൽ സംസ്കരിക്കും, അന്ത്യശ്വാസം വലിച്ചാൽ പിന്നെ അവൻ എവിടെ? തടാകത്തിലെ ജലം വറ്റിപ്പോകുന്നത് പോലെ, നദി ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെ മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു, പിന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ആകാശങ്ങൾ ഇല്ലാതാകുന്നവരെ അവൻ എഴുന്നേൽക്കുകയില്ല, ഉറക്കത്തിൽ ഉണരുകയുമില്ല. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വെറും സൃഷ്ടിയായ ഒരു മരത്തിന് പോലും വലിയ പ്രത്യാശയുണ്ടെന്ന് വചനം ജോബ് പറയാണ്. എന്നാൽ നമ്മള് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ചില വേദനകളും പ്രശ്നങ്ങളും തകർച്ചകളും പരാജയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വളരെ നിരാശരായി പോകാറുണ്ട്. നമ്മുടെ നിരാശ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മള് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ പോലും നമ്മൾ പലപ്പോഴും തള്ളിപ്പറയാറുണ്ട്. തള്ളിപ്പറയാന്ന് പറഞ്ഞാൽ നമ്മളാരും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ നിരാകരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില വേദനകള്, ചില ദുഃഖങ്ങള്, ചില നഷ്ടങ്ങള്, പരാജയങ്ങൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും. നമ്മളാകെ നഷ്ടധൈര്യരായി പോവുകയാണ്. അവിടെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ദുരിതമെല്ലാം വന്നിരിക്കുക? ഇങ്ങനെ ചോദിക്കുന്ന അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളിൽ പലരും ഇതുപോലെയുള്ള ചോദ്യമായിട്ടൊക്കെ ആയിരിക്കും വരിക. എന്താണ് കർത്താവേ എൻ്റെ ഈ പ്രശ്നം മാറാത്തത്? എന്താണ് കർത്താവേ ഇങ്ങനൊരു പ്രശ്നം മുമ്പിൽ വന്നു ചേർന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇവിടെയാണ് നമ്മൾ പറയുന്ന ഈ പ്രത്യാശ അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയുടെ ഒരു ഘടികയാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മളിലൊക്കെ വലിയ വിശ്വാസം നിറയേണ്ട ഒരു കാലഘട്ടം. അവിടെ ജോബ് നമുക്കൊരു വലിയ പ്രത്യാശയുടെ അടയാളമാണ്. ജോബിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജോബിന്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വന്നൊരു മനുഷ്യൻ. അവന്റെ മക്കൾ മുഴുവൻ മരിച്ചുപോയി, ഗോതമ്പ് വയൽ മുഴുവൻ കത്തി നശിച്ചു, ഒട്ടകങ്ങൾ, ആടുമാടുകളെല്ലാം ആൾക്കാർ കട്ടുകൊണ്ടുപോയി. ഇങ്ങനെയെല്ലാം തകർന്ന് അതിനുശേഷം തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, കുഷ്ഠം പിടിച്ച് ഇങ്ങനെ എല്ലാം തകർന്നിരിക്കുന്ന ഒരു ജോബിന്റെ ജീവിതം നമ്മൾ കാണുന്നു. ആ ജോബിന്റെ ഭാര്യ പോലും ജോബിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഈ മനുഷ്യന് നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ബോധമില്ലേ? ഇനിയും നിങ്ങൾ ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നാണമില്ലേ? പോയി മരിക്കാൻ പാടില്ല എന്ന് ജോബിന്റെ ഭാര്യ ചോദിക്കുന്നത്
ബൈബിളിൽ കാണുകയും അപ്പോഴും ജോബിനെ കുറിച്ച് വചനം പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പാപം ചെയ്തില്ല, നാവ് കൊണ്ട് പാപം ചെയ്തു. അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അവൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പകരം ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ ഭാര്യയോട് പറയാം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതിയോ? അനർത്ഥങ്ങളും അനുഗ്രഹമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴും അതും നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ ജോബിന്റെ വിശ്വാസം. ഇന്ന് ഈ പ്രഭാതത്തിൽ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാകാൻ സ്വർഗം ആഗ്രഹിക്കും. നമ്മുടെ ഏത് ആവശ്യങ്ങളും ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ ഇന്നും കർത്താവ് തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഏറ്റവും വലിയ പരിമിതി, അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇടപെടാൻ ദൈവത്തിന് വേണ്ട ഏക കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുണ്യങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സൽസ്വഭാവങ്ങളോ നമ്മുടെ സമ്പത്തോ വിദ്യാഭ്യാസം ഒന്നുമില്ല. തമ്പുരാൻ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയിരിക്കുന്ന ഏക കാര്യം വിശ്വാസമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വെല്ലുവിളി നേരിടുന്നതും ഈ വിശ്വാസത്തിന്റെ മേഖലകളിലാണ്. ഒരർത്ഥത്തിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമൊക്കെ വളരെ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്. ഇന്നും 2000 വർഷം മുമ്പ് ബൈബിളിൽ നടത്തിയ എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് തയ്യാറാണ്. പക്ഷേ സ്വർഗം ഒത്തിരി ദൈവം തന്നെ പരിമിതിപ്പെടുത്തുന്ന ഒരു സമയമാണ് നമ്മുടെ വിശ്വാസരാഹിത്യം. 2000 വർഷം മുമ്പ് ഈശോ ഭൂമിയിൽ വരുമ്പോഴും ഈശോ നേരിട്ടൊരു പ്രശ്നം അത് തന്നെയാണ്. യേശുവിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ട് അവന്റെ ജനന നാട്ടിൽ പോലും അവന് പലതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് വചനം പറയും. അവരുടെ വിശ്വാസരാഹിത്യം. എന്നാൽ ചില വിജാതീയരായ മനുഷ്യരുടെ വിശ്വാസത്തെ ബൈബിളിൽ യേശു വളരെയധികം പ്രകീർത്തികൾ കാണും. ഒരു കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം, ഒരു ശതാധിപന്റെ വിശ്വാസം, ഒരു ഇതുപോലെ തന്നെ ഒരു പിശാചുബാധ മകളെ പിടിച്ച ചുനേങ്കാരിയുടെ വിശ്വാസം. ഇങ്ങനെ വിജാതീയരായ മനുഷ്യരുടെ വിശ്വാസത്തെ യേശു പലപ്പോഴും ഇസ്രായേലിൽ പോലും ഇത്രയും വിശ്വാസം എന്ന് പറയാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഈ കാലഘട്ടത്തില് ഈ വിശ്വാസത്തിൽ നമ്മൾ വളരണം. നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിശ്വാസം ഇങ്ങനെ നമ്മൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ ലഭിക്കുന്നത് വഴിയാണ് നമുക്ക് വിശ്വാസം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു, അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മൾ പറയുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, അവിടെ നമുക്ക് പ്രൈസ് ദി ലോർഡ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ കുറെ നാളായി പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല, അവിടെ നമുക്ക് പ്രൈസ് ദി ലോർഡ് ഇല്ല. നമ്മുടെ പ്രൈസ് ദി ലോർഡ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം നമ്മള് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിലും യേശുവിന്റെ ജീവിതത്തിലും ജോബിന്റെ പുസ്തക ജീവിതത്തിലും ഇതുപോലെ എല്ലാ വിശുദ്ധാത്മാവിനെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം എന്താണ്? വിശ്വാസം എന്നുള്ള ഏറ്റവും വിശ്വാസത്തിന്റെ ഏറ്റവും മൂർത്തിഭാവം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ വിശ്വാസത്തിന്റെ ജീവിതം മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ ഒരു ജീവിതമാണ്. നമ്മൾ കാണുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി എന്ന ദൈവത്തിന്റെ വിളിയോട് പ്രത്യുത്തരം നൽകുന്ന നിമിഷം മുതൽ അവളുടെ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ പ്രകടനം നമ്മൾ കാണുക. മാതാവിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പ്രകടനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ദൈവത്തിന്റെ വിശ്വാസം സത്യപ്രൈസലോടൊക്കെ. മാതാവിന്റെ ജീവിതത്തില്
ദൈവത്തിന്റെ മാതാവ് വിചാരിച്ച പോലെ ഒരു കാര്യവും മാതാവിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഘടക വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ദൈവത്തിന്റെ ഇടപെടലുകളോ അത്ഭുതങ്ങളൊന്നും മാതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ കാണാതിരിക്കുന്ന സമയങ്ങളിലും, അല്ലെങ്കിൽ തൻ്റെ ചിന്തകൾക്കും പ്രാർത്ഥനകൾക്കും വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, മംഗളവാർത്താ സമയം നമ്മൾ സന്തോഷത്തിന്റെ ദിവരഹസ്യങ്ങൾ എന്ന് പറയും. പക്ഷെ അത് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷത്തിന്റെ ഒരു സമയമൊന്നും ആയിരുന്നു. കാരണം അത് പറഞ്ഞതിന് ശേഷം നമുക്കറിയാം എന്തൊക്കെ സംഭവിക്കാം അവരുടെ ജീവിതത്തിൽ. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഔസേപ്പിതാവിനെ ഇട്ടു പോകാം. ഔസേപ്പിതാവ് അങ്ങനെ തീരുമാനിക്കൂടെ ചെയ്യും. ഇനി വീട്ടുകാര് വീട്ടിന് പുറത്താക്കാൻ അവിഹിതമായ ഒരു ഗർഭമാണ്. നാട്ടുകാരെ എന്തായാലും കല്ലെറിഞ്ഞു കൊല്ലും. ഇങ്ങനെ വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും അല്ലെങ്കിൽ ദുഃഖങ്ങളും ഭയങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിവിടെ ആയിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഘടകം വിപരീതമായ ചില കാര്യങ്ങൾ, ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പതറിപ്പോകരുത്. ഇവിടെയാണ് ദൈവവിശ്വാസം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ അതിനുശേഷം മാതാവിന് പ്രസവ സമയമാണ്. പ്രസവ സമയത്ത് ഔസേപ്പിനോട് പറയാം, ഒരു മുറി ഒപ്പിച്ചു തരണം, ഒരു വീട് ശരിയാക്കണം. ഔസേപ്പ് പോയി തപ്പിയിട്ട് വന്നിട്ട് പറയാണ്, എൻ്റെ മറിയമേ, ഒരു മുറി പോലും കിട്ടിയില്ല. ആകെ നിരാശനായ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയത്ത് ഒരു മുറി പോലും ഒരുക്കാൻ കഴിവില്ലാത്തൊരു ഭർത്താവിൻ്റെ അവസ്ഥ നമുക്കറിയാം. അങ്ങനെ വളരെ നിരാശയിൽ നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് സങ്കടങ്ങളില്ല, പരിഭവങ്ങളില്ല, പരാതികളില്ല, കുറ്റം ആരോപണങ്ങളില്ല, ദൈവത്തോട് ചോദ്യങ്ങളില്ല. അവിടെയും അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനെ ആ അവസ്ഥകളെ ദൈവകരങ്ങളിൽ സ്വീകരിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോ ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം. നമ്മളിൽ വിശ്വാസമുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, രോഗപീഠകളിൽ, തകർച്ചകളിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് ദൈവം നോക്കും. നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും സംവിധാനം ഇടപെടാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മളിൽ വിശ്വാസമുണ്ടോ എന്നതിന്റെ അടയാളം എന്താണ്? രണ്ട് അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകും. ഇന്ന് ഇവിടെ നിങ്ങൾ വരുമ്പോൾ പല പ്രാർത്ഥനകൾ ആവശ്യങ്ങളായിട്ട് നമ്മളോട് വന്നിരിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ സ്വർഗം തയ്യാറാണ്. പക്ഷേ നിനക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളത്, ആ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു അവസ്ഥ, ഒരു പ്രത്യേക അവസ്ഥയാണ്, ഏതെങ്കിലും ഒരു അവസ്ഥ, രോഗമായിരിക്കുന്ന, തകർച്ചയായിരിക്കും, ഇതിനെ പ്രതി നമ്മൾ പരാതി പറയുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. നമ്മൾ ദുഃഖവും നിരാശയും പ്രകടിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായ ആൾക്കാരെ കുറ്റം പറയാറുണ്ടോ? നമ്മള് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. പോരാ. ഹല്ലേലൂയ. 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 പകരം വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് അവളുടെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ആ ദൈവത്തിലും ആ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള വലിയ പ്രത്യാശയാണ് അവളുടെ സ്തോത്രഗീതം വരുന്നത്. ആ സ്തോത്രഗീതം നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പാടിയൊരു പാട്ടല്ല. മറിയത്തിന്റെ ജീവിതത്തിലുടനീളം ഈ സ്തോത്രഗീതം ഉണ്ടായി.
അത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോഴും വലിയ പ്രതിസന്ധിയും പ്രയാസം നിൽക്കുമ്പോഴും അവളുടെ ഹൃദയത്തിൽ ആ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ സ്തുതി. കാരണം എല്ലാത്തിനെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ഇതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലൊരു വലിയ പ്രശ്നം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകാൻ പാടില്ല, പരാജയങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ദുഃഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇങ്ങനെ ഒരു മാനദണ്ഡം നമ്മൾ പലപ്പോഴും വെച്ച് ജീവിക്കുന്നു. വിശ്വാസങ്ങളുടെ അടയാളമല്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മുടെ അഭിലാഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നിരാശരും ദുഃഖിതരും സങ്കടവും പരിഭവവും പരാതിയും പിന്നെ അതിനാരെങ്കിലും കാരണക്കാരയുടെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇവിടെയാണ് നമ്മൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരരുത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എന്റെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം അനുവദിച്ചതെങ്കിലും അത് എന്റെ ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മുടെ അധരങ്ങളിൽ നിന്ന് പരാതി, പരിഭവം, കുറ്റം പറച്ചില്, നിരാശ, ദുഃഖത്തിന്റെ വാക്കുകൾ വരില്ല. അവിടെ നമ്മുടെ അധരങ്ങളിൽ വരേണ്ട വാക്കുകളാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തുതി നമ്മുടെ അധരങ്ങളിൽ വരണം. ഈ സ്തുതിപ്പ് കാണുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ദൈവത്തിന് നമ്മുടെ പുണ്യങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തിന് നമ്മളോട് അളവറ്റ സ്നേഹമാണ്, അഗാധമായ സ്നേഹമാണ്. നമ്മുടെ എല്ലാ പാപങ്ങളെയും എല്ലാ കുറവുകളെയും അതിലംഘിക്കുന്ന ഒരു സ്നേഹം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സർവശക്തിയോടെ അവിടുന്ന് സ്നേഹിക്കുക. അപ്പൊ ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ ഈ സ്നേഹം നമ്മളിലേക്ക് എപ്പോഴും ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അത് നമ്മൾ പാപികളായിരിക്കുമ്പോഴും നമ്മൾ ദൈവ നിഷേധികളായിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ സംശയിക്കുമ്പോഴും ഈ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആ സ്നേഹം നമ്മളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് വേണ്ട ഒരു ഘടകം നമ്മുടെ വിശ്വാസമാണ്. ഇവിടെയാണ് സാത്താൻ നമ്മളെ പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലെ ചോദ്യങ്ങൾ ദൈവത്തോട് തന്നെ ചോദിക്കും, അല്ലെങ്കിൽ പരാതികൾ, പരിഭവം. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള മാറ്റം. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ നമ്മളൊരു കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സുനിശ്ചിതമായി ഉണ്ടാകേണ്ട ഒരു ഘടകമാണ് പരാതി പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലായാലും ജോബിന്റെ ജീവിതത്തിലായാലും ഈ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലായാലും ബൈബിളിലെ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന ആരുടെ ജീവിതത്തിലായാലും നമ്മൾ കാണുന്ന ക്വാളിറ്റിയാണ് അവർക്ക് പരാതികളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ഘടകം. പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫിനെ നോക്കുക. പൂർവ്വ ജോസഫിന് സ്വന്തം സഹോദരന്മാരും പൊട്ടക്കിണറ്റിലെ എറിയുന്നത് കാണും. അവിടുന്ന് ജോസഫ് അത്ഭുതകരമായ ദൈവം ജോസഫിനെ ഉയർത്തി. പിന്നീട് പൊത്തിഫറിന്റെ വീട്ടിൽ പോയി അവിടുന്ന് കാരാഗ്രഹത്തിലെത്തി. പിന്നീട് ഫറവോയുടെ കൊട്ടാരത്തിലെത്തുന്ന ജോസഫിനെ ഒന്ന് കാണും. ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ട ജോസഫ്. അനേക വർഷങ്ങൾക്ക് ശേഷം ജോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിൽ വരിക, ഗോതമ്പ് തേടി വരിക, ക്ഷാമമാണ്. അങ്ങനെ അവർ ജോസഫിനെ ഈജിപ്തിൽ വെച്ച് കണ്ടവർക്ക് ആകെ ഭയവും സങ്കടവും ആകെ അങ്കലാപ്പായി. കാരണം നമ്മൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞവനാണ് ഇനി അവൻ നമ്മളെ കൊല്ലുമോ, അവൻ നമ്മളെ ശിക്ഷിക്കുമോ? കാരണം ഭയങ്കര അധികാരമുള്ളവനാണ്. ഈ അധികാരവും ശക്തിയും എല്ലാം കൈയാളുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരിങ്ങനെ വേദനിക്കുകയാണ്. തന്റെ സഹോദരന്മാരിങ്ങനെ കുറ്റബോധം കൊണ്ട് ഭയം കൊണ്ട് നിലനിൽക്കുന്ന ജോസഫ് അവരെ അകത്തെ മുറിയിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, കുഞ്ഞു സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്ഥിതി എനിക്കറിയാം. നിങ്ങൾ
എന്നെ പണ്ട് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു വെച്ച് ആകുലപ്പെടുന്നതാണ് അല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളല്ല എന്നെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത്. അപ്പൊ ജോസഫിന്റെ സഹോദരൻ, ഇതാ ഇവന് ധ്യാനം കൂടിയിട്ട് വട്ടാന ഒരു പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ട് ബോധം പോയാണ്. ജോസഫ് പറയും, നിങ്ങളല്ല എന്നെ പൊട്ടക്കിണറ്റ്, ദൈവമാണ് എന്നെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടെറിയിച്ചത്. എന്തിനാണ് ഇന്ന് നിങ്ങളുടെ മുൻപേ ഇവിടെ കൊണ്ടുവന്ന് ഈ ക്ഷമകാലത്ത് നിങ്ങൾക്കൊരു രക്ഷയായി മാറാൻ വേണ്ടി തമ്പുരാൻ അത് ചെയ്തതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നമ്മൾ കാൽവരി മലയിലെ കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മയെ കാണുന്നത്. അതിനേക്കാൾ ഒരു പടി കൂടുതലാണ്. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു, എന്നാൽ സ്വന്തം പുത്രനെ അതിദാരുണമായി പീഡിപ്പിച്ചു, ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ കടത്തിവിട്ടു, ലോകത്തിന്റെ മുമ്പിൽ നഗ്നനാക്കി 3 ആണിമേൽ കുറിച്ച് തറച്ചു കൊല്ലപ്പെട്ട് അവൻ നിലവിളിക്കുക, എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു നമ്മൾ വിലപിക്കുമ്പോഴും സ്വർഗം പരിപൂർണ നിശബ്ദമായിരിക്കുന്ന ഒരു സമയം. എല്ലാം ഘടക വിപരീതം. ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും പ്രാർത്ഥനകൾക്കെല്ലാം ഘടക വിപരീതമായ ഒരു കാര്യമാണ് കാൽവരി മലയിൽ നമ്മൾ കാണുന്നത്. അപ്പോഴും സ്വർഗം നിശബ്ദമായിരിക്കുമ്പോഴും തന്റെ ശത്രുക്കളെല്ലാവരും ആക്രോശിച്ചുകൊണ്ട് അനീതി, അസത്യം, അന്യായം അതെല്ലാം അതിന്റെ പരിപൂർണതയിൽ വിളവറിഞ്ഞെടുക്കുമ്പോഴും, പിലാത്തോസിന്റെ ന്യായപീഠം അന്യായം വിധിക്കുമ്പോഴും, റോമ പടയാളികളെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും, അങ്ങനെ തന്നെ ശത്രുക്കളെല്ലാവരും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മ, അവിടെ അമ്മയുടെ അധരങ്ങളിൽ നിരാശയില്ല, പരിഭവമില്ല, ദുഃഖമില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവൾക്ക് വിശ്വാസമുണ്ട്, എന്റെ പുത്രനെ ദൈവത്തിൽ നിന്നും ഉയർപ്പിക്കും. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഇവിടെ വലിയൊരു സമൂഹം സ്ത്രീജനങ്ങളാണ് കാണുന്നത്. ഇവിടെ യുവാക്കന്മാരും പുരുഷന്മാരൊക്കെ കുറവാണ്, സ്വാഭാവികമാണ്. എല്ലാ ധ്യാനങ്ങളിലും ഇവരാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളൊന്നും ഈ പരിപാടിക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭർത്താക്കന്മാർ ഈ പരിപാടിക്ക് വരാത്തത്? അതിൻ്റെ ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വിശ്വാസമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും കണ്ടിട്ടാണ് ഒരു വലിയ സമൂഹം ഇന്നും ദൈവത്തിന്റെ അടുത്തേക്ക് വരാത്തത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ എടുക്കാറില്ല, നമ്മൾ എത്രമാത്രം ആകുലതയും ഉത്കണ്ഠയും വഴക്ക്, ബഹളം, ഒച്ചപ്പാട്, അവരുടെ തെറ്റുകൾക്കും അവരുടെ കുറവുകൾക്കെതിരെ ഒച്ചപ്പാടും ബഹളവും കരച്ചിലും വിലാപവും നിരാശയും ദുഃഖവും. എന്നിട്ട് രാവിലെ അങ്ങോട്ട് അമ്മ പോകണം, അമ്മ ധ്യാനിക്കാൻ പോകും. വെരി ഗുഡ്, പോയിട്ട് വാ, അത്ര നേരമെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭക്തി, ഈ ഭക്തി കൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ നേടാൻ പറ്റില്ല. ഒരമ്മേനെ നമ്മൾ കാണുന്നു, നമ്മുടെ മക്കളെ പോലെ തന്നെ ഒരു കുസൃതി കാണിച്ച യേശു 12-ാം വയസ്സിൽ യേശു വീട് വിട്ടിറങ്ങിപ്പോകും. അമ്മ വിചാരിച്ച, ദൈവമേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ അവനിനി ഇറങ്ങിപ്പോയത്? ഇനി എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികൾ അവൻ ഇഷ്ടപ്പെടാതെ വന്നിട്ടാണ് എൻ്റെ ഈശോയെ, ദൈവമേ, എൻ്റെ പുത്രനെ വിട്ടുപോയത്. ഇങ്ങനെ കുറെ ദുഃഖവും നിരാശയൊക്കെ ആയിട്ട് ഇങ്ങനെ തപ്പി നടക്കുക. ഔസേപ്പിതാവ് ആകുലപ്പെട്ട് നടക്കുകയാണ്. അങ്ങനെ 3-ാം ദിവസം ഒരു തപ്പി വന്നപ്പോൾ ദേവാലയത്തിൽ അതേ നിൽക്കുന്ന നമ്മുടെ പയ്യൻ. അപ്പൊ ഞാനിങ്ങനെ ഒരു കൺവെൻഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചോദിച്ചു, നിങ്ങളുടെ മകനാണ് ഇങ്ങനെ ഈ 3 ദിവസമായിട്ട് കാണാതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവനോട് ചോദിക്കുകയാണ്, നീ എന്ത് പണിയാണ് പുത്ര ചെയ്തത്? പറയും, നിങ്ങൾ എന്തിനാണ് എന്റെ കാര്യത്തിലാണ് പറഞ്ഞത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനെ കുറെ ഇങ്ങനെ വർത്താനം, നിങ്ങൾ എന്തായിരിക്കും ചെയ്യാതിരിക്കും? ഒരു ചേട്ടൻ അപ്പത്തന്നെ ഞാനവിടെ ഒറ്റ അലക്ക് വെച്ചു കൊടുക്കുന്നു അല്ലെ? അപ്പോ നമ്മളൊക്കെ ഇങ്ങനത്തേക്ക് നമ്മുടെ പിള്ളേരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉടനെ അലക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരിക്കും. അല്ല പിന്നെ എന്ത് പോക്കൃത്ര ബ്രദർ എന്തായി പറയണത് അല്ലെ? 3 ദിവസം കാണാൻ വർത്താനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒറ്റ വെച്ചു കൊടുക്കുന്നവർ. എന്നാൽ ഇവിടെയാണ് നമ്മള്
ആ അമ്മേനെ കാണുന്നത്, ആ വിശ്വാസവതിയായ അമ്മ. അവളുടെ വായില് കുറ്റങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല. മകനെ, നിന്റെ അപ്പൻ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം വളരെ ആകുലപ്പെട്ടിരിക്കുകയാണ് നിന്നെ കാണാനിട്ട്. ഒത്തിരി സങ്കടമായിപ്പോയി. 3 വാക്ക് പറഞ്ഞതോടെ യേശു അവിടുന്ന് ശൂന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങ് പോരുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിലെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മുടെയൊക്കെ പ്രതികരണത്തിൽ വിശ്വാസത്തിന്റെ ഒരു തരി പോലും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊന്നും ഈ വചന ആലയങ്ങളിൽ വരാത്തത്. 2, നമ്മൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ എന്തുകൊണ്ട് ഒരു ഉത്തരം ദൈവം തരുന്നില്ല? നമ്മളിങ്ങനെ വരുന്നത് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ഈ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പോയിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കുക. ഒന്നും കാണുന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് ഇനിയും നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ ചിലപ്പോ നമ്മൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഈ കാര്യം നടന്നു. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല വിശ്വാസം. നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും വെറും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിന്റെ പുറകെ നടക്കുന്നതെങ്കിൽ, വിശുദ്ധ പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ലോകത്ത് 1 കോരിന്തോസ് 15:19 പറയാണ്, ഈ ലോകത്തിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ദൗർഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും ദൈവത്തോട് ചോദിക്കേണ്ടെന്നല്ല പറയണം. ഈ ലോകത്തെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ കർത്താവ് 2000 വർഷം മുൻപ് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം കുരിശിൽ മരിച്ചത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു യാത്ര നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ആ യാത്രയെ കുറിച്ച് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എങ്ങനെ പറയുന്നുണ്ട്? ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശ് നിലകൊള്ളുന്നത്. ഈ കുരിശ് നിലകൊള്ളുന്നത് എവിടെയാണ്? ഈ കുരിശിലെ മരണം, അതിദാരുണമായ പീഡകൾ സഹിച്ചുള്ള മരണം, അതിനുശേഷമുള്ള ഉത്ഥാനം, അതെന്താണ് അത് തെളിയിക്കുന്നത്? അത് തെളിയിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മരണത്തെക്കാളും പാപത്തെക്കാളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തിന്മകളെക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം എന്നതിന്റെ അടയാളമാണ് കുരിശിലെ മരണവും ഉത്ഥാനവും. പ്രൈസ് ദി ലോർഡ്. എന്തിനാണത്? ഇതെന്തിന്റെ അടയാളമാണ്? ഇതിന് വലിയ അടയാളമുണ്ട്. ഈ അടയാളം നമ്മൾ മനസ്സിലാക്കണം. ഈ അടയാളം വെറും എന്റെ തലവേദന മാറാനും എന്റെ ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അടയാളം എന്തിന്റെ അടയാളമാണ്? മരണത്തെക്കാളും പാപത്തെക്കാളും ഈ ലോകത്തിലൊരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏത് തിന്മകളെക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം. ഇതിന്റെ അടയാളമാണ് കാൽവരി മലയിലെ കുരിശിലെ ബലിയും യേശുവിന്റെ ഉത്ഥാനം. എന്നാൽ ആ സ്നേഹം ദൈവം നമ്മൾക്ക് കാണിച്ചു തരുന്നതിന്റെ ഉദ്ദേശം വെറും ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സ്നേഹം ദൈവം നമ്മൾ പ്രകടിപ്പിച്ചതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നത്.
ഈ ഉദ്ദേശത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. എന്താണ് ഈ കുരിശിൽ ഇത്രമാത്രം വലിയ സ്നേഹം? ദൈവത്തിന്റെ കരുണയാണ് മാനവകുലത്തോട്. മാർപ്പാപ്പ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വലിയൊരു സത്യമാണ്. ഇങ്ങനെയാ പറയാണ്: വേദനയിലും പീഡാസഹനത്തിലും മനുഷ്യ കാരുണ്യം ലഭിക്കാത്ത ക്രിസ്തു തന്റെ ഉത്ഥാനത്തിൽ തന്നോടും തന്നിൽ എല്ലാ ജനതയോടും പിതാവിനുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത വ്യക്തമാക്കി. അതായത് കാൽവരി മലയിൽ മനുഷ്യരിൽ നിന്നോ ലോകത്തിൽ നിന്നോ ഈ സമൂഹത്തിൽ നിന്നോ ഒരു കരുണയും ന്യായവും ലഭിക്കാതെ പീഡ സഹിച്ചു മരിച്ച ക്രിസ്തു തന്റെ ഉത്ഥാനത്തിൽ തന്നോടും തന്നിൽ എല്ലാ ജനതകളോടുമുള്ള പിതാവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണേ, യേശു ഇത്രയും പീഡകൾ സഹിച്ച് അന്യായമായ, അകാരണമായ, അനീതിപരമായ, അസത്യപരമായി അവൻ പീഡിപ്പിക്കപ്പെട്ട് അവൻ ഈ ലോകത്തിൽ ഒരു കരുണയും ലഭിച്ചില്ല. ആരും അവനെ സഹായിക്കാനുണ്ടായില്ല. ദൈവം പോലും നിശബ്ദമായിരുന്ന സമയം. ആ അവസ്ഥയിൽ നിന്നും ദൈവത്തിന് സ്നേഹം, യേശു ക്രിസ്തു തന്റെ പുത്രനോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തുകയാണ്, അവനെ ഉയർപ്പിച്ചുകൊണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വചനം. വൃക്ഷത്തിന് പ്രത്യാശയും, മുറിച്ചാൽ അത് വീണ്ടും തളർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ വചനം അക്ഷരാർത്ഥത്തിൽ കാണുന്നത് കാൽവരി മലയിലെ ബലിയോനിലുള്ള കല്ലറയിലാണ്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇനി യേശു എന്ന് പറയുന്ന മനുഷ്യൻ ഇനി വെളിച്ചം കാണില്ല. അത്ര മാത്രം അവനെ തകർത്ത്, അവനുള്ള എല്ലാ ന്യായങ്ങളും തകർത്ത്, അവന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും തകർത്ത്, അവന്റെ ശരീരം ഉച്ച മുതൽ ഉള്ളവരെ അടിച്ച് തകർത്ത്, ലോകത്തിൽ ഏറ്റവും അപഹാസ്യനായി പരിഹാസ്യനാക്കപ്പെട്ട് ശപിക്കപ്പെട്ട രൂപത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ട അവനെ കല്ലറയിൽ അടക്കി, ആ കല്ലറയ്ക്ക് വാതിൽ വെച്ച് 3 കാവൽക്കാരെ നിർത്തി മേലാൽ ഒരിക്കലും അവന്റെ ശരീരം പുറത്തു വരാൻ പാടില്ല, ജീവൻ കാണാൻ പാടില്ല എന്ന രീതിയിൽ അറയ്ക്കപ്പെട്ട അവസ്ഥ. ആ കല്ലറയുടെ മേൽ നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വെള്ളത്തിന്റെ ഒരു ഗന്ധം 3-ാം ദിവസം ആ കല്ലറയിൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആ വെള്ളം? ദൈവപിതാവിന്റെ കാരുണ്യത്തിന്റെ ജലം. മനുഷ്യവംശത്തോട് തന്റെ പുത്രനിൽ ദൈവം വെളിപ്പെടുത്തുന്നത്, യേശു ക്രിസ്തുവിൽ നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് തന്റെ പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മാനകുലത്തിന് നൽകുകയാണ്. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ അടയാളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ കരുണ പരിശുദ്ധാത്മാവാണ്. ആ ജലം ആ കല്ലറയുടെ മേൽ 3-ാം ദിവസം വന്നു. അങ്ങനെ തകർന്ന് തരിപ്പണമായി ഇനി ഒരിക്കലും അത് വെളിച്ചം കാണില്ല എന്ന് പറഞ്ഞ് റോമാക്കാർ, യഹൂദന്മാരും ആ നാട്ടിലുള്ള എല്ലാവരും കൂടി അവനെ അടക്കിയ കല്ലറയിൽ ആ ജലം വന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ജലം, പരിശുദ്ധാത്മാവിന്റെ ജലം. ആ ജലം വന്നപ്പോൾ അവൻ ഉയർത്തു സർവമഹത്വത്തോടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും പരിശുദ്ധാത്മാ പറയാണ്, നിന്റെ ജീവിതത്തിലെ ഏതു മേഖലകളിലും, ഏത് ദുരിതത്തിൽ നിന്നും, ഏത് കടബാധ്യതയിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും, ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളോട് വൈദ്യശാസ്ത്രം പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, മെഡിക്കൽ സയൻസ് പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ബാങ്കുകാർ പലതും പറഞ്ഞാൽ, നാട്ടുകാർ പലരും, നിങ്ങളുടെ അപ്പനമ്മമാര് നിങ്ങളോട് പലതും പറഞ്ഞു, നിങ്ങളുടെ ഗുരുക്കന്മാരോട് നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടാകാം. നീ ശരിയാവൂല, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല, ഇത് നിന്നെ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്,
നീ ആയിരിക്കുന്ന ഏത് അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കുവാൻ ഇന്നും ആ ദൈവത്തിന്റെ സ്നേഹത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഏത് ആവശ്യങ്ങളും നിറവേറ്റി തരാൻ ഇന്നും ആ സ്നേഹത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ചോദ്യം ഇതാണ്, നിനക്ക് വിശ്വാസമുണ്ടോ? ലാസർ രോഗിയാണെന്ന് പറഞ്ഞ്, യേശുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ലാസർ. ലാസർ രോഗിയാണെന്ന് പറഞ്ഞു ആളെ അയച്ചു. യേശു അപ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളെ കുറിച്ചൊക്കെ ഇതുപോലെ പലരും വൈദ്യശാസ്ത്രം പലതും, നീ രോഗിയാണ്, ഈ പ്രശ്നം നിന്നെ കൊണ്ടേ പോകുള്ളൂ, നിന്റെ കടം നിന്നെ തകർത്ത് കളയും, അല്ലെ നിന്റെ വീട് ജപ്തിയാവും, നിന്റെ മക്കൾ രക്ഷപ്പെടത്തില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും സ്വർഗത്തിനൊരു കാര്യമേ നമ്മളോട് പറയാനുള്ളൂ, ഈ രോഗം അവന്റെ നാശത്തിനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ് ഈ രോഗം അവന്റെ നാശത്തിനുള്ളതല്ല. നമ്മളോട് ഓരോരുത്തരും പറയുന്ന സ്വർഗം പറയാണ്, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയായിട്ടായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളോടും ദൈവം തമ്പുരാൻ ഒരു കാര്യം പറയാനുള്ളൂ, നീ പറയുന്ന ഈ കാര്യങ്ങള് നിന്റെ നാശത്തിനുള്ളതല്ല. വേറൊരർത്ഥത്തിൽ വചനം പറയാണ്, നീ ഭയപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങുന്നവരൊക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ചുപോയവരൊക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാം ചരമവാർഷികം കഴിഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ സാരയില്ല, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ചുറ്റോടുള്ള ആൾക്കാർ ഇതിനൊന്നും വരാത്തത്. വെറുതെ നമ്മൾ ഒച്ചപ്പാടെടുത്തോണ്ടിരിക്കുക, എന്തൊക്കെയോ ആവേശമാണ്. അപ്പോ ഉണർന്നിരിക്കുകയാണ്, അതിനുവേണ്ടി ഞാനിതൊന്നും പറഞ്ഞത് കേട്ടോ. അപ്പോ ശ്രദ്ധിക്കണം. വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. വചനം വരുമ്പോൾ അതേ കയറി പിടിക്കണം. ഓക്കെ, ദൈവം ചില വചനങ്ങൾ പറയുമ്പോ അത് നിങ്ങൾക്ക് പറയുന്ന വചനം, അത് കയറി അങ്ങ് മുറുകെ പിടിച്ചോണം. അപ്പോ സ്വർഗത്തിലൊരു കാര്യമേ പറയാനുള്ളൂ, നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, വേദനകളെ കുറിച്ച് ലോകത്തിന്, സമൂഹത്തിന്, വൈദ്യശാസ്ത്രത്തിന് പലതും പറയാനുണ്ടാകും. എന്നാൽ നിന്നെ സൃഷ്ടിച്ച നിന്റെ കർത്താവ്, നിന്റെ അപ്പനായ ദൈവത്തിന് ഒരു കാര്യമേ പറയാനുള്ളൂ, അത് നിന്റെ നാശത്തിനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഭയപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. കാരണം അത് 2000 വർഷം മുമ്പ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാൽവരി മലയിലെ കുരിശിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശയുടെ ഘടകം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ എന്തു മരണമുണ്ടായിക്കോട്ടെ, എന്ത് ദുരന്തമുണ്ടായിക്കോട്ടെ, അതെന്നെ സ്പർശിക്കില്ല, അതെന്നെ ബാധിക്കില്ല. അതെന്നെ ചിലപ്പോൾ സ്പർശിക്കാൻ ചിലപ്പോൾ ദൈവം അനുവദിച്ചാലും അതെന്റെ നാശത്തിന് കാരണമാകില്ല. കാരണം എന്റെ കർത്താവ്, എന്റെ ദൈവം അത് 2000 വർഷം മുമ്പ് അത് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നീക്കിക്കളഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശ യേശുവിനെ കല്ലറയിൽ ഉയർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ, ദൈവം ലോകത്തിലെ സകല മർത്യരോടുള്ള സ്നേഹം ദൈവം പ്രകടിപ്പിക്കുകയാണ്. ഈ ഉദ്ധാനമാണ് നമ്മുടെ പ്രത്യാശയുടെ അടയാളം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശുവിനെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ അവസ്ഥകളിൽ നമ്മളെ ഉയർപ്പിക്കാൻ എന്നും കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇത്രയും കേട്ട കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉദ്ധാനമുണ്ടാവില്ല. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസവും മറ്റ് മതങ്ങളിലോ മറ്റ് ജീവിതങ്ങളിലുള്ള വിശ്വാസവുമുള്ള വ്യത്യാസം. എന്തിനാണ് യേശു തമ്പുരാൻ ഇത്രയും പാടുപീഡ സഹിച്ചു കുരിശിൽ പടഞ്ഞ് മരിച്ച് ഉദ്ധാനം ചെയ്തു വന്നത്? അത് വെറും നമ്മുടെ രോഗങ്ങൾ മാറാനും, കടം മാറാനും, ജപ്തി വീടാനും, നമുക്ക് കുട്ടികളുണ്ടാകാനും, കല്യാണം നടക്കാനും, വിസ കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മളെ സ്നേഹിച്ചതിന്, സ്നേഹത്താൽ അവിടെ നമ്മളെ സൃഷ്ടിച്ചു.
ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ അവിടെ നമ്മളെ പരിപാലിച്ചു. അവിടുന്നാണ് മനുഷ്യൻ ഇറങ്ങിപ്പോരുന്നത് പറുദീസം. അങ്ങനെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയ മനുഷ്യന് വീണ്ടും തന്റെ പുത്രനെ നൽകി അവൻ വീണ്ടെടുത്തു. എന്തിനു വേണ്ടി? അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം. അതായത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്ക്. ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശ് നിലകൊള്ളുന്നത്. അപ്പൊ തമ്പുരാൻ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ദുരിതങ്ങൾക്കും വേണ്ടി പാടുവീഴ സഹിച്ച് അവൻ മരിച്ചു ഉദ്ധാനം ചെയ്ത് എന്തിനാണ്? നമ്മളിങ്ങനെ വെറുതെ ഈ ലോകത്തെ കുറിച്ച് സുഖസന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ അപ്പുറത്തേക്ക് ഒരു യാത്ര നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ മക്കളായി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തില് ഒരു കാനാൻകാരി സ്ത്രീ തന്റെ പിശാചബാധ മകളെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ യേശുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. ആദ്യം യേശു അവളെ പരിഗണിക്കുന്നേ ഇല്ല. അപ്പൊ ശിഷ്യന്മാര് പറയണത് ആ സ്ത്രീ നിലവിളിച്ച് പുറകെ നടക്കണം, അതിനൊന്ന് എന്തെങ്കിലും പരിഗണിച്ച് വിട്, വലിയ ശല്യമാണ്. അപ്പൊ യേശു പറയാണ്, ഞാൻ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് വന്നത്. അവളെ യേശു അവഗണിക്കുകയാണ്. ആ സ്ത്രീ കൈവിടുന്നില്ല, യേശുവിന്റെ പുറകെ വീണ്ടും വരിക. കർത്താവേ, എന്നെ സഹായിക്കണം. വീണ്ടും യേശുവിന്റെ കാലേ കയറി പിടിക്കുകയാണ്. അപ്പൊ യേശു അടുത്തൊരു വാക്യമാണ് പറയുന്നത്. എന്താ പറയാ? മക്കളുടെ അപ്പം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാറില്ല. ആദ്യം പരിഗണിച്ചില്ല, 2 തിരസ്കരിച്ചു, 3 അവഹേളിക്കുകയാണ്. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് വിജാതിരെ വിളിക്കുന്നതാണ് നായ്ക്കൾ. അപ്പൊ മക്കളുടെ അപ്പം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ എന്നാ പോടാ പുല്ലേ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല പോയത്. അവള് വീണ്ടും കർത്താവിന്റെ കാൽക്കൽ തുടങ്ങിയാണ്. മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്നത് തന്നുകൂടെ? സ്ത്രീയേ, നിന്റെ വിശ്വാസം അതിശ്രേഷ്ഠം. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ഇവിടെ തമ്പുരാന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും കർത്താവിന് എന്താ പറയാനുള്ളൂ? നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എപ്പോഴാണെന്നറിയോ? നിനക്ക് വിശ്വാസം ഉണ്ടാവണം. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? വിശ്വാസത്തിന്റെ ഒരു തലമാണ് യേശുവിനെ രക്ഷകനും ദൈവവുമായിട്ട് അവൾ ഏറ്റുപറയുക. ഒരു വിജാതീയ സ്ത്രീ യഹൂദന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരും. ആദ്യത്തെ അവൾ പ്രാർത്ഥിക്കാൻ, കർത്താവായ യേശുവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ മേൽ കനിയണമെന്നാണ് അവൾ പ്രാർത്ഥന തുടങ്ങുന്നത്. അവള് വിശ്വാസം യേശുവിനെ രക്ഷകനും കർത്താവായിട്ട് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിലേക്ക് വരികയാണ്. പക്ഷെ അത് തീർന്നില്ല. അപ്പൊ യേശു അവളെ പരിഗണിച്ചില്ല. അവള് വീണ്ടും അവളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് യേശുവിന്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. അപ്പോഴാണ് യേശു അവളെ തിരസ്കരിക്കുന്നതായിട്ട് കാണുന്നത്. എന്നിട്ടും അവളെ പോകുന്നില്ല. അപ്പൊ വീണ്ടും അവൾ പരിപൂർണ്ണ സമർപ്പണത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, നിന്റെ വിശ്വാസം കൊള്ളാം, നിന്റെ സമർപ്പണം കൊള്ളാം, പക്ഷെ പോരാ, നീ ദൈവത്തിന്റെ മകളുടെ അവസ്ഥയിലേക്ക് വളരണം. അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ തയ്യാറാണ് ദൈവത്തെ അപ്പനായി സ്വീകരിച്ച് ദൈവഹിതമനുസരിച്ച് ആ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൾ യേശുവിന്റെ ജീവിതം പരിപൂർണമായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് അവള് ഉയർന്നു. അവള് കാൽവരി മലയിലെ ബലിയുടെ യോഗ്യത സ്വീകരിച്ച് വീട്ടിൽ പോയവളല്ല. അവളുടെ വിശ്വാസത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവൾ വളരാൻ തയ്യാറായി എന്നുള്ളതാണ്. അവിടെയാണ് യേശു പറയണത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം അതിശ്രേഷ്ഠം, നീ ആഗ്രഹിക്കുന്നതിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളും ഈ വിശ്വാസത്തിലേക്ക് വളരണം. കാരണം നമ്മൾ ഇപ്പോഴും ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങളും ഈ ലോകത്തിലെ കുറെ കാര്യങ്ങളും നേട്ടങ്ങളും നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ യേശുവിന്റെ പുറകെ നടക്കുന്നത്. അതിന് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം തരാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. എന്താണ്? നമ്മളെയൊക്കെ ദൈവത്തിന്റെ പുത്രരായി ദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ
വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അരൂപിയായ ദൈവത്തെ ഈ ലോകത്തിൽ പ്രതിനിധാനം ചെയ്യുവാനും ഈ ലോകത്തിലെ മനുഷ്യർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കാണിച്ചു തന്ന കുറച്ച് മനുഷ്യരുടെ കഥകളാണ് ഞാൻ ജോബിന്റെ പുസ്തകത്തിലും ജോസഫിന്റെ പുസ്തകത്തിലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും യേശുവിന്റെ ഒക്കെ ജീവിതത്തിലും കാണുന്നത്. ഇവരെങ്ങനെയാ കാണിച്ചു കൊടുക്കുന്നത്? അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അവർക്കെതിരായിട്ട് തിന്മ നിരൂപിക്കുമ്പോഴും അന്യായമായി പെരുമാറുമ്പോഴും അസത്യപരമായി പീഡിപ്പിക്കുമ്പോഴും അവരുടെ പ്രതികരണം അതാണ്. യേശു പ്രതികരിച്ചതുപോലെ, അമ്മ പ്രതികരിച്ചതുപോലെ, ജോബ് പ്രതികരിച്ചതുപോലെ, ജോസഫ് പ്രതികരിച്ചതുപോലെ നമുക്കും പ്രതികരിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ. എങ്ങനെ അവർ പ്രതികരിച്ചത്? അവരെ പീഡിപ്പിച്ചവരെയും വേദനിപ്പിച്ചവരെയും ദ്രോഹിച്ചവരെയും അവര് കരുണാപൂർവം ക്ഷമിച്ചനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരാതിയില്ല, പരിഭവമില്ല, കുറ്റപ്പെടുത്തലില്ല, നിരാശയില്ല, ദുഃഖമില്ല, ദൈവത്തോട് ചോദ്യങ്ങളില്ല. കാരണം എന്നെ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി രൂപപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗം അനുവദിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഈ വേദനകളും നഷ്ടങ്ങളും ദുരിതങ്ങളും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവപിതാവ് ഒരു പണിപ്പുരയിലാണ്. എന്താ പണിപ്പുര? നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന പണിപ്പുരയാണോ? അല്ല. നമുക്ക് വേണ്ട ഈ ലോകത്തിലെ സാധനം ഉണ്ടാക്കി തരുന്ന പണിപ്പുര പിശാചിനും തരാനായിട്ട് സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നല്ലതാണ്. ദൈവം തമ്പുരാൻ ഒരു പണിപ്പുരയിലാണ്. അതെന്ത് പണിപ്പുരയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ പരമലക്ഷ്യമായ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനുള്ള ഒരു പണിപ്പുര. എന്താണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത്? തന്റെ പുത്രന്റെ ഉദ്ധിതനായ യേശുവിന്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പണിപ്പുരയിലാണ് പിതാവായ ദൈവമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവ് വെറുതെ ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് ഒരു ദൈവം ഇരിക്കുന്നല്ല. നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ ആ പുത്രന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതിനും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ്? അവന്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ വളരണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അവൻ രണ്ടാമത് വരേണ്ട സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വരവിന്റെ സമയത്തിന്റെ അടയാളങ്ങളാണ് നമ്മൾ ഈ ചുറ്റുപാടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? മത്തായി സുവിശേഷത്തിൽ അത്തി തളിർക്കാൻ തുടങ്ങും. അത്തി തളിർക്കുമ്പോൾ നിങ്ങൾക്കറിയാം വേനൽക്കാലം എത്തി. എന്താണ് അത്തി? ഇസ്രായേൽ ജനമാണ്. ഇസ്രായേൽ ജനം ശക്തി പ്രാപിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സമയമെടുത്തുകൊണ്ടിരിക്കുകയാണ്. സഖറിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഇസ്രായേലിനെ ഞാൻ ഒരു ഭാരമുള്ള കല്ലാക്കി മാറ്റും. യേശുവിന്റെ ജനനത്തിന് 650 വർഷങ്ങൾക്കും പ്രവചിക്കപ്പെടുകയാണ്. ഇസ്രായേൽ ജനം ഇന്ന് ലോകത്തിന് അവർക്ക് ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭാരമുള്ള കല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തൊടാൻ പറ്റുന്നില്ല, അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനിങ്ങനെ മെതിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവനെ ലോകത്തെ എല്ലാ ജനങ്ങളും ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വെറും 75 ലക്ഷം പേരെ അവിടെ ഉള്ളൂ. വെറും 75 ലക്ഷം പേര് ഈ ലോകം മുഴുവനും അവർക്കെതിരെ നിൽക്കുകയാണ്. ഒരു കൂസലമില്ലാതെ അവനെ അങ്ങനെ നടിക്കുകയാണ്. അവനെ തോണ്ടിയവനെയും അവനെ ചൊറിഞ്ഞവനെയൊക്കെ ഒന്നൊന്നായി വകവരുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ലോകം മുഴുവനും നോക്കി നിൽക്കും. ഇവൻ എന്തൊരു ജന്മമെടേ, ഇവൻ ആരുടെ, ഇവൻ ആരാണ്? ഇവൻ അത്യുന്നതനായ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ലോകത്തിനൊരു അടയാളമായി ദൈവം നിലനിർത്തിയിരിക്കുന്ന ജനമാണ്. അപ്പോൾ ഇവനിങ്ങനെ ശക്തി പ്രാപിക്കുന്നതൊക്കെ ഒരു അടയാളം. എന്തിന്റെ അടയാളം? യേശുവിന്റെ രണ്ടാമത്തെ വരവിനുള്ള അടയാളമാണ്. അവൻ വരുമ്പോൾ നമ്മുടെ വീട്ടില് മാർക്ക് കിട്ടിയോ, വീട് പണി കഴിഞ്ഞോ, നടുവേദന മാറിയോ, തലവേദന മാറിയോ എന്നുള്ളതെല്ലാം ചോദിക്കുക. വിധിയുടെ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം ദൈവത്തിന്റെ വിധിയാൽ വിധിക്കപ്പെടാൻ പോകുന്ന സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിധി ദിവസത്തിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജാക്കന്മാരും, ഈ ലോകത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരും, നമ്മുടെ പ്രധാനമന്ത്രി അടക്കം എല്ലാവരും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസത്തിന്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന്? ഇല്ല. ആ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും നിങ്ങൾ ആ ദിവസം
കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. നമ്മൾ പറയുന്ന വാക്കൊന്നും നമുക്ക് ആർക്കും ഒരു മോഡറേഷൻ ഇല്ല, നമുക്കൊരു വിചാരമൊന്നുമില്ല. എനിക്ക് വായി തോന്നല്ല, ഞാൻ വിളിച്ചു പറയും. അതെന്തുകൊണ്ടാണ് വിളിച്ചു പറയണത്? ഞാൻ അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലെയില്ല. ഹല്ലേലൂയ. അങ്ങനെയല്ല, ചിന്തിക്കാൻ സമയമായി. ലോകത്തെ എല്ലാ ജനതകളോടും പറയുക, ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്നത്, നിങ്ങൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് എത്ര വീട് കിട്ടി, നിങ്ങൾ എത്ര രോഗശാന്തി കിട്ടി, നിങ്ങൾക്ക് എത്ര മക്കളെ കിട്ടി, നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടി, നിങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ഈ ലോകത്ത് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ മാനദണ്ഡത്തിലല്ല നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്നത്. പിന്നെയോ, ദൈവത്വത്തിൽ, ക്രിസ്തുത്വത്തിൽ നീ എത്രമാത്രം വളർന്നു എന്നതിന്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ഓരോരുത്തരും വിധിക്കപ്പെടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സ്വർഗം ഒരു പണിപ്പുരയിലാണ്. ഈ ലോകത്തെ മുഴുവൻ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെ എന്ന് വെച്ച് നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. അതൊക്കെ സ്വർഗം നമുക്ക് തരും. പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം മറന്നുകൊണ്ട്, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന്റെ, വീണ്ടെടുത്തതിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ വെറുതെ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ലോകത്തിലെ വിജാതീയരെ പോലെ സ്വർഗത്തെ കുറിച്ച് പ്രത്യാശയില്ലാതെ യേശുക്രിസ്തുവിന്റെ കുരിശിൽ വിശ്വസിക്കാതെ ജീവിക്കുന്നവരല്ല. അവൻ തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് നൽകി വീണ്ടെടുത്തത് അവന്റെ ദൈവിക ജീവനിൽ നമ്മളെ ഭാഗഭാക്കാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. എന്താണ് ഈ ജീവന്റെ സമൃദ്ധി? ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണോ? അല്ല. ദൈവിക ജീവിതത്തിലുള്ള ഭാഗഭാഗിത്വം, ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ള ഭാഗഭാഗിത്വം, നിത്യജീവിതത്തിലുള്ള ഭാഗഭാഗിത്വം. ഇതിനാണ് അവൻ വന്നത്. അത് ലോകത്തില് ഒരു ദൈവത്തിനും തരാൻ സാധ്യമല്ല, ഒരു മതത്തിലും തരാൻ സാധ്യമല്ല, ഒരു വേദപുസ്തകത്തിന് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ സാധ്യമല്ല. അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് മാത്രമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡം. അപ്പോൾ ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായകളുണ്ടെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, എന്റെ പറമ്പിലെ മണികൾ ഇല്ലാതായാലും ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും, എന്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും. ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടക്കിണറുകളും അഗ്നികുണ്ഠങ്ങളും സിംഹക്കുഴികളും കാരാഗ്രഹങ്ങളും ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുവദിക്കും. അതും ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് വിശ്വാസം വേണ്ടത്. ജോബിന്റെ ജീവിതത്തിൽ വലിയ തകർച്ച വന്നു. ജോബ് പറയാണ്, അത് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. പരാതികളില്ല, പരിഭവമില്ല, സങ്കടമില്ല, നിരാശയില്ല, ദൈവത്തോട് ചോദ്യമില്ല. പാപം ചെയ്തില്ല, നാവ് കൊണ്ട് പാപം ചെയ്തില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ മാനദണ്ഡമാണ് ഒട്ടക്കിണറ്റിൽ ചിലപ്പോൾ നമ്മൾ കിടക്കുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന അനേകം മക്കളൊക്കെ ഒരു അവസ്ഥയിലാണ്. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, സാമ്പത്തികമായി കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയില്ല, വെള്ളമില്ല, മുമ്പോട്ട് പോകാൻ അറിഞ്ഞുകൂടാ. അവിടെ ഇരിക്കുക, നീ അസ്വസ്ഥനാകണ്ട. ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാത്തൊരവസ്ഥയുണ്ടാവും, ഭയപ്പെടേണ്ട. ദൈവം അനുവദിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ അഗ്നിയുടെ നടുവിലായിരിക്കും. അതും ദൈവം അനുവദിച്ചു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടരുത്, ആകുലപ്പെടരുത്, അതിന് കാരണക്കാരെ കുറ്റപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങൾ സിംഹക്കുഴിയിൽ വീണിട്ടുണ്ടായിരിക്കാം. സിംഹം നാളെ നിങ്ങൾ തിന്നുന്നുള്ള അവസ്ഥയിലായിരിക്കും. പേടിക്കണ്ട, തമ്പുരാൻ അനുവദിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ കാരാഗ്രഹത്തിൽ ചങ്ങലക്കിട്ട് കിടക്കുന്ന അവസ്ഥയായിരിക്കും, മറ്റുള്ളവരെ ബന്ധനസ്ഥനാക്കി കിടക്കുന്ന അവസ്ഥ. ഭയപ്പെടേണ്ട, അതും ദൈവത്തിനുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. എന്തിനാണ് സ്വർഗ്ഗം അനുവദിക്കുന്നത്?
ഈ പൊട്ടക്കിണറും സിംഹക്കുഴിയും കാരാഗ്രഹവും അഗ്നികുണ്ഠവും നമ്മളെ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രന്റെ ഉദ്ധിതനായ യേശുവിന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ് ഈ ലോകത്തിലെ എല്ലാ സഹനങ്ങളും, വേദനകളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം അതാണെങ്കിൽ ഈ അവസ്ഥകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് പരാതി പറയില്ല, പരിഭവം പറയില്ല, പകരം നമ്മൾ ദൈവത്തിനെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് കാൽവരി മലയില് എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും വരുന്ന തിന്മ അതിന്റെ സർവ്വ ആധിപത്യത്തിൽ വെല്ലുവിളിച്ച് നടക്കുമ്പോൾ, തോന്നിവാസം നടക്കുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കുലുക്കമില്ല. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്റെ പുത്രനെ ദൈവം ഉയർപ്പിച്ചു തരും. കാരണം ഇത് മാനകുലത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ദൈവത്തിന് മാനകുലത്തോട് എന്നോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ ദുരിതങ്ങളും വേദനകളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആയതിനാൽ അമ്മയ്ക്ക് 3-ാം ദിവസം തന്റെ പുത്രനെ തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിത പ്രശ്നങ്ങളിലും കർത്താവ് ഇടപെടും. പക്ഷേ ആ പ്രശ്നം നടക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ വരണം. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും നമ്മുടെ കുടുംബത്തിലെ മക്കളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവത്തിന്റെ ദത്തുപുത്രരായ നമ്മള് വളരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ എങ്ങനെയാ നമ്മളത് കാണിക്കുക? നമ്മളെ വേദനിപ്പിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും കളിയാക്കുന്നവരോടും അകാരണമായി കുറ്റപ്പെടുത്തുന്നവരോടും നമ്മളെ വിമർശിക്കുന്നവരോടും നമ്മളെ ഇല്ലാത്തത് മറ്റുള്ളവർ പറഞ്ഞു നടക്കുമ്പോഴും നമ്മള് നിരാശരും ദുഃഖിതരുമാകരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാൽവരി മലയില് ഇത്രമാത്രം അവഹേളനം, നിന്ദനവും പരിഹാസങ്ങൾ നടക്കുമ്പോഴും അവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം സ്നേഹമാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ അരുമ ശിഷ്യൻ സ്തേഫാനോസ് ഗുരുവിന് അത്രത്തോളം വളർന്നിരുന്നവനും, അവനും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് രക്തത്തിൽ വാർന്നു കിടക്കുന്നവൻ മുട്ടുകുത്തി എന്നിട്ട് അവനും പ്രാർത്ഥിച്ചു, അപ്പാ ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ദൈവമക്കളുടെ പ്രതികരണം. ഈ പ്രതികരണത്തിലേക്ക് നമ്മൾ വളരണം. ഇതിനാണ് നമ്മൾക്ക് വിശ്വാസം വേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. സ്വർഗം നിങ്ങൾക്ക് കുഞ്ഞിനെ തരും, ഉറപ്പാണ്. 14 മക്കളുടെ അപ്പനാണ് ഞാൻ. അതില് 7 മക്കള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 5-ാമത്തെ കുഞ്ഞ് 6 മാസത്തിൽ നഷ്ടപ്പെട്ടു. 7-ാമത്തെ ഒരു കുഞ്ഞ് വീണ്ടും ഒരു 6 മാസത്തിൽ നഷ്ടപ്പെട്ടു. 8-ാമത്തെ കുഞ്ഞിനെ കിട്ടി. 9-ാമത്തെ കുഞ്ഞിനെ വീണ്ടും 6 മാസത്തിൽ നഷ്ടപ്പെട്ടു. വീണ്ടും 4 കുഞ്ഞുങ്ങൾ, 10, 11, 12, 13 4 കുഞ്ഞുങ്ങൾ വന്നു. ഓരോ വർഷം അവര് 3 മാസത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ നിരാശജനകമായൊരവസ്ഥയാണ്. അങ്ങനെ കുറെ കുഞ്ഞുങ്ങളിൽ പോയതിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന വീട്ടിലൊരു ശൂന്യത. അപ്പോഴെന്റെ ഭാര്യ പറയാണ്, വീട്ടിൽ ഭയങ്കര ശൂന്യതയാണല്ലോ അല്ലെ? കാരണം കുഞ്ഞുങ്ങളില്ലെങ്കിൽ വീട് ശൂന്യമാണ്. ഇന്ന് പല വീടുകളും ശോകമായിരിക്കാറ് നമ്മൾ കുഞ്ഞുങ്ങളില്ല. അവൾ പറഞ്ഞ ഒരു കുഞ്ഞിനോട് പ്രാർത്ഥിച്ചാൽ, ഞാൻ പറഞ്ഞു നിനക്ക് ഭ്രാന്തണ്ടാവും, ഇത് അത്യാഗ്രഹമല്ലേ? അത്യാഗ്രഹമൊന്നുമല്ല. സാറായിക്ക് 100-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കൊടുക്കാമെങ്കിൽ എനിക്കും ദൈവത്തിന് തരാൻ പറ്റും. അവള് പ്രാർത്ഥിച്ചു. 46-ാമത്തെ വയസ്സിൽ അവൾ വീണ്ടും ഗർഭിണിയായി, 14-ാമത്തെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഡോക്ടർമാരും വൈദ്യശാസ്ത്രം പറയും ഇത് കിട്ടത്തില്ല, ഇത് പോക്കാം. പക്ഷേ ദൈവത്തിന് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസബൽ മേരി, അവൾക്ക് 18 വയസ്സായി. അങ്ങനെ 7 മുത്തുകൾ കൂടത്തിലുണ്ട്, 7 സ്റ്റാർസ് സ്വർഗത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വെറുതെ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ജീവിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചത് കൊണ്ടാണ്. ആ സ്വർഗം ലക്ഷ്യമാക്കിയ ജീവിതത്തിന് വിരുദ്ധമായതെല്ലാം ജീവിതത്തിൽ നീക്കം ചെയ്യാൻ തയ്യാറാകും. ഇതിന്റെ പേരാണ് മാനസാന്തരം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തര ജീവിതം, അത് വിശ്വാസത്തിന്റെ അടയാളമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമാണ് നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക.
അതിന്റെ മറുവശമാണ് മാനസാന്തരം. അതായത് ആ യേശുവിന്റെ ജീവിതം സമർപ്പിച്ച ദൈവമകനാകാൻ വിരുദ്ധമായി നമ്മൾ നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാനുള്ള തീരുമാനം. ഇങ്ങനൊരു തീരുമാനമെടുത്ത് നമ്മൾ പോകുന്നത് കാണുമ്പോഴാണ് സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ ദിവസം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കാൻ ഇന്നും ആപ്പൻ തയ്യാറാണ്. യേശുക്രിസ്തുവിനെ മൂന്നാം ദിവസം കല്ലെറിഞ്ഞ് ഓർപ്പിച്ച ദൈവത്തിന്റെ കരുണയുടെ സ്നേഹം ഇന്ന് നമുക്ക് സമൃദ്ധമായി ചൊരിയപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നമ്മുടെ ദൈവത്തെ വിളിക്കണം. ആദ്യം നമ്മൾ എന്തിനാണ് നിത്യജീവിതം സ്വന്തമാക്കി ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഭാഗഭാഗാകണം. ആ സ്നേഹത്തിൽ നമ്മൾ വളരണം. ആ സ്നേഹത്തിൽ നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മൾ ക്രിസ്തുവിന്റെ സാദൃശ്യതകൾ വളരേണ്ടവരാണ്. അതാണ് നമ്മുടെ വിളി. ആ ലക്ഷ്യം വെച്ച് നമ്മൾ നീങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും മത്തായി 6:33 പറയുന്നത് പോലെ നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന കർത്താവിന്റെ തിരുവചനം. എഫേസ്യസ് 3:20 പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിന് സഭയിലും യേശുക്രിസ്തുവിലും എന്നേരം മഹത്വം ഉണ്ടാകട്ടെ. അതെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം ചെയ്തു തരുന്ന കാരുണ്യവാനായ പിതാവിനെ നമ്മൾ സ്തുതിക്കണം. അപ്പോൾ ആ സ്വർഗം നമ്മളോട് പറയണം, അപ്പന്റെ മക്കളായി നമ്മൾ വളരണം. ആ അപ്പന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ വരണം. അപ്പന്റെ വിശുദ്ധിയിൽ നമ്മൾ വളരണം. ആ അപ്പന്റെ കാരുണ്യത്തിൽ നമ്മൾ വളരണം. അങ്ങനെ നമ്മൾ വളരുന്നത് തയ്യാറ് കാണുമ്പോൾ നിന്റെ ഏത് ആവശ്യങ്ങളും സ്വർഗം ഇടപെട്ടിരിക്കും. സ്വരമുയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വാഗ്ദാനം മക്കളെ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം സമ്മാനമാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കളെ ഉദ്ധവീരന്റെ ആവനാളിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാളി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ഈ കുടുംബങ്ങള് ആരൊക്കെ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ, ആ ജീവിതങ്ങളെല്ലാം ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്തിന്റെ മാംസം സംഭവിക്കട്ടെ, മാംസം ധരിക്കട്ടെ. 31:28 പറയുന്നത് പോലെ സന്താന പുഷ്ടിയുള്ളവരെ പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവാൻ കൽപ്പന ഈ മക്കളിൽ വ്യാപരിക്കട്ടെ. അതിന് വിരുദ്ധമായതെല്ലാം യേശു തമ്പുരാന്റെ പാടുപീടുകളുടെ യോഗ്യതയാൽ ഈ നിമിഷങ്ങളിൽ ഈ മക്കളിൽ വിട്ടുപോകട്ടെ. സ്വർഗം ലക്ഷ്യമാക്കി നിന്നിലായിത്തീരുവാൻ ഒരു ജീവിതം തൊട്ട് ആരംഭിക്കുന്ന ഈ ജീവിതം ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഇവരെല്ലാ കുറവുകളും ഇവരെല്ലാ വേദനകളും ദൈവ മഹത്വത്തിന് കാരണമായി തീരട്ടെ. യേശു തമ്പുരാന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭ ഹൃദയം വഴി ഈ പ്രാർത്ഥന സ്വർഗത്തിൽ കാഴ്ചവെക്കുന്നു. ആമേൻ.